ഇന്ത്യ മുന്നണി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ ആദ്യ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും പ്രകടന പത്രിക രൂപീകരണ സമിതി ചെയർമാനുമായ പി ചിദംബരം പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് പ്രകടന പത്രികയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും ശശി തരൂരും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെ കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം പൗരത്വ നിയമത്തിനെതിരെ പോരാട്ടം നടത്തുന്നതിന്റെ നിരവധി തെളിവുകൾ ഉണ്ടായിട്ടും കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. യാതൊരു സംശയവും വേണ്ട, അധികാരത്തിലെത്തിയാൽ ആദ്യ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ പൗരത്വ നിയമം റദ്ദാക്കുക തന്നെ ചെയ്യും. KPCC മാധ്യമ സമിതിയുടെ മുഖാമുഖം പരമ്പരയിൽ പങ്കെടുക്കവേ പി ചിദംബരം വ്യക്തമാക്കി. We had prepared the list, but because of constraint of space, it was deleted. I'm reading that portion. We will repeal, amend, and/or review the following sets of laws. You asked me which are the 5 laws that will be repealed. I'm reading that portion. Repeal 5 laws. 1, the Citizenship Amendment Act 2019. It is top of the list. 2, the Farmers Produce Trade and Commerce Promotion and Facilitation Act 2020. The Bharatiya Nyaya Second Sanhita, that is the equivalent to IPC. The Bharat Nagrik Suraksha Sanhita, that is the CRPC. And the Bharatiya Saksha Second Act, that is the Evidence Act. These 5 will be totally repealed. Then we have 8 laws which will be repealed and new laws will be made. Then we have 25 laws which will be amended and brought on par with the Constitution. So we are absolutely clear that the Citizenship Amendment Act will be repealed. ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാണ്. നല്ല ഭൂരിപക്ഷത്തോടെ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തും. കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും വിമർശിക്കുന്ന CPM-ന് അധികാരത്തിലെത്താൻ കഴിയില്ലെന്നിരിക്കെ ഇടതുപക്ഷത്തിന് വോട്ട് നൽകിയതുകൊണ്ട് എന്തു ഗുണമെന്ന് കേരളത്തിലെ വോട്ടർമാർ ചിന്തിക്കണം. കേരളത്തിന് വേണ്ടി 10 വർഷത്തിനിടെ UPA സർക്കാർ നടപ്പാക്കിയത് 50,414 കോടിയുടെ പദ്ധതികളാണ്. 13 അക്കാദമിക് സ്ഥാപനങ്ങൾ, 10 കേന്ദ്ര സ്ഥാപനങ്ങൾ, പ്രതിരോധ മന്ത്രാലയത്തിന്റെ 6 ആസ്ഥാനങ്ങൾ ഉൾപ്പെടെ എല്ലാ ജില്ലകൾക്കും 5ഉം 6ഉം പദ്ധതികൾ വീതം നടപ്പാക്കിയിട്ടുണ്ട്. BJP സർക്കാർ സംസ്ഥാനത്തിന് എന്ത് നൽകിയെന്ന് വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇനിയും മോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ ജനാധിപത്യം മരിക്കും, ഭരണഘടന തകർക്കപ്പെടും, സ്വാതന്ത്ര്യം നഷ്ടമാകും, ജനജീവിതം ദുസ്സഹമാകും. നിലവിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ പോലും BJPയുടെ നിയന്ത്രണത്തിലാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, പട്ടികജാതി വർഗ കമ്മീഷൻ തുടങ്ങി CAGക്ക് പോലും സ്വതന്ത്രമായി പ്രവർത്തിക്കാനാവുന്നില്ല. ജുഡീഷ്യറിയും അത്തരമൊരു ആരോപണത്തിന്റെ നിഴലിലാണ്. രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടു. കഴിഞ്ഞ 10 വർഷത്തിനിടെ 32 ജേർണലിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. മോദിക്കെതിരെ സംസാരിക്കുന്ന സമൂഹ മാധ്യമങ്ങൾ പോലും വിലക്ക് നേരിടുകയാണ് ചിദംബരം പറഞ്ഞു. കേരളത്തിൽ 20ൽ 20 സീറ്റും UDF നേടുന്ന രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. ജനക്ഷേമം മുൻനിർത്തി കോൺഗ്രസ് പ്രഖ്യാപിച്ച പ്രകടന പത്രികയ്ക്ക് രാജ്യമെമ്പാടും വൻ സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത്. 10 വർഷത്തെ മോദി ഭരണത്തിലൂടെയുണ്ടായ നാശത്തിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാനുള്ള പദ്ധതികൾ അതിലുണ്ട്. വർഗീയ ചേരിതിരിവിലൂടെ ഭിന്നിപ്പിക്കപ്പെട്ട ജനതയെ ചേർത്ത് നിർത്താനും രാജ്യപുരോഗതിക്കുമുള്ള കോൺഗ്രസിന്റെ പ്രയത്നവും കാഴ്ചപ്പാടും ഉൾക്കൊള്ളിച്ചതാണ് പ്രകടന പത്രികയെന്നും ചിദംബരം അവകാശപ്പെട്ടു.